ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ സൺ ഡയറക്റ്റിൻ്റെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. SD ആൻഡ് HD രണ്ടും ഒരുപോലെ നമുക്ക് നല്ലപോലെ സിഗ്നൽ ലഭിക്കുകയും അതേപോലെ തന്നെ ഇത് പല ആൾക്കാർക്ക് മഴ വരുന്ന സമയത്ത് തീരെ സിഗ്നൽ കിട്ടാതിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രശ്നപരിഹാരമായിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്നത് സൺ ഡയറക്റ്റ് സാറ്റലൈറ്റുകളാണ്. അതായത് HD സാറ്റലൈറ്റ് നമ്മുടെ gsat 15, അതേപോലെ തന്നെ mesat 3 91.5 ഡിഗ്രിയും അതേപോലെ 93.5 ഡിഗ്രിയും. ഇത് രണ്ടും ഒരേ ഡിഷിൽ പിടിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. പല ആൾക്കാർക്കും ഫുൾ സിഗ്നൽ എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇനി നമുക്കിതിൻ്റെ മിസാറ്റിൻ്റെ ജസ്റ്റ് ഒരു TP നമുക്ക് നോക്കാം. ചാനലുകൾ കാണുന്നതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫുട് പ്രിൻ്റ് ഏകദേശം വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. മിസാറ്റിൻ്റെ ഫുട് പ്രിൻ്റ് ഇതുപോലെയാണ് വരുന്നത്. ഇത്രയും ഏരിയയിൽ നമുക്ക് മിസാറ്റ് SD ചാനൽ നല്ല കവറേജ് ഉണ്ട്. അതേപോലെ തന്നെ മിസാറ്റിലെ ചാനലുകൾ ആണിത്. ഇത് gsat 15ലെ സൺ ഡയറക്റ്റിൻ്റെ കാണാൻ വേണ്ടി പറ്റും. എല്ലാം HD ചാനലുകളാണ് ഇതിൽ ലഭിക്കുന്നത്. ഇപ്പോൾ നിലവിൽ പല ആൾക്കാർക്കും സൺ ഡയറക്റ്റിൽ ചാനൽ ലഭിക്കാതിരിക്കുകയും എന്ന് വെച്ചാൽ മഴ വരുന്ന സമയത്ത് മുഴുവനായിട്ടും കട്ടാവുന്നു എന്ന ഒരു കംപ്ലൈൻറ്റ്. അത് മഴ പോകുന്നത് വരെ ചില ദിവസങ്ങളിൽ മുഴുവനായിട്ടും മഴയുണ്ടാകും. രാവിലെ മുതൽ വൈകുന്നേരം വരെ മഴയാണെങ്കിൽ അവർക്ക് സൺ ഡയറക്റ്റിൽ യാതൊരു ചാനലും ലഭിക്കുന്നില്ല എന്നൊരു കംപ്ലൈൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ ചില ആൾക്കാർക്ക് സൺ ഡയറക്റ്റ് HD SD ഇത് രണ്ടും കൂടി പിടിക്കാൻ പറ്റുന്നില്ല, ചാനലുകൾ കിട്ടുന്നില്ല. SD കിട്ടുമ്പോൾ HD കിട്ടില്ല, HD കിട്ടുമ്പോൾ SD കിട്ടില്ല എന്നൊരു കംപ്ലൈൻറ്റ് പല ആൾക്കാരും പറയുന്നുണ്ട്. അതേപോലെ കമൻറ്റുകളുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെയൊക്കെ പരിഹാരം, അതേപോലെ എങ്ങനെ ഇത് ട്രാക്ക് ചെയ്യാം, അതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് ഇതിൻ്റെ ഒരുവിധം സിഗ്നൽ എങ്ങനെ കൂട്ടിയെടുക്കാം, എങ്ങനെ മഴ വരുമ്പോൾ നമുക്ക് ഒരുവിധം ചാനലുകൾ കിട്ടുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിൻ്റെ മുൻപ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് KU ബാൻഡും C ബാൻഡിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സൺ ഡയറക്റ്റ് ട്രാക്കിങ്ങിൻ്റെ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. ഇന്ന് കാണിക്കാൻ പോകുന്നത് നമുക്ക് രണ്ടും ഒരു കുഴപ്പമില്ലാതെ, അതായത് നല്ല രീതിയിൽ സിഗ്നൽ ചാനൽ ലഭിക്കുന്നത് എങ്ങനെ എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റും TPകൾ. അതായത് ഒന്നാമത്തെ TP നമ്മൾ എടുക്കുന്നത് 12316 ഹൊറിസോണ്ടൽ 30000 എന്ന ഒരു TP ആണ്. അടുത്ത TP നമുക്ക് 11630 ഹൊറിസോണ്ടൽ 3200 ആണ് ഇതിൻ്റെ TP. ഞാനിന്ന് കാണിക്കുന്ന മീറ്ററിൽ നമ്മുടെ SF 720യുടെ മീറ്ററാണ് ഞാനിതിൽ കാണിക്കുന്നത്. ഇതിലെ സിഗ്നൽ മീറ്ററാണ് കാണിക്കുന്നത്. ഞാൻ നല്ലപോലെ കവർ ചെയ്തിട്ടുണ്ട്, ഒരു ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് മഴവെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ TP, അതായത് 12316 ഹൊറിസോണ്ടൽ എന്ന TP, ആദ്യത്തെ TP നമ്മൾ നമ്മുടെ സാറ്റലൈറ്റ് മീറ്ററിൽ ആഡ് ചെയ്യുകയും അതിലെ മാക്സിമം സിഗ്നൽ നമ്മൾ എടുക്കുകയും ചെയ്യുകയാണ് ആദ്യത്തെ പണി. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇതിൻ്റെ LMB സ്ക്യൂ എത്രയാണ് വരുന്നത് എന്ന് നിങ്ങൾക്ക് ഏകദേശം കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഇതേപോലെ ആവണമെന്നില്ല, കുറച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം സിഗ്നൽ എടുക്കുക. അതാണ് നമ്മളെ മെയിനായിട്ടുള്ള കാര്യം, മാക്സിമം സിഗ്നൽ എടുക്കുക. ഇപ്പോൾ ഇതിന് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ടാറ്റ സ്കൈയുടെ LMB ആണ്. ഇത് ടാറ്റ സ്കൈയുടെ LMB ആവണമെന്നൊന്നും നിർബന്ധമില്ല. നിങ്ങൾക്ക് ഏത് LMB വേണം, KU ബാൻഡ് LMB വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മുടെ ഇപ്പോൾ നിലവിൽ ഞാൻ നേരത്തെ കാണിച്ച TP ആണ് ട്രാക്ക് ചെയ്തിട്ടുള്ളത്. മീറ്ററിൽ നമുക്ക് നോക്കാം.
77% സിഗ്നലാണ് ലഭിക്കുന്നത്. കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആയിട്ട് ഞാൻ കാണിക്കാം. ഇതാ നിലവിൽ നമുക്ക് കിട്ടുന്ന TP 77% മാക്സിമം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിലെ TP നിങ്ങൾക്ക് കാണാൻ പറ്റും 12.316 ഹൊറിസോണ്ടൽ 30,000. ഇതാണ് ഇതിൻ്റെ TP. 77% നമുക്ക് സിഗ്നൽ ലഭിക്കുന്നുണ്ട്. 77, 75, 77 നമുക്ക് മാക്സിമം സിഗ്നൽ ഇത് അഡ്ജസ്റ്റ് പിടിക്കാൻ വേണ്ടി പറ്റും. ഞാൻ ഒന്നുകൂടി കാണിക്കുകയാണ്. അത് 12.316 ഹൊറിസോണ്ടൽ 30,000. ഈ TP അതിൽ LMB നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. LMB ഈ പൊസിഷനാണ് LMB ഉള്ളത്. LMB സ്ക്യൂ ഇങ്ങനെയാണുള്ളത്. ഇനി സിഗ്നൽ ഒന്നുകൂടി നോക്കാം. ഇതാണ് ഇപ്പോഴത്തെ സിഗ്നൽ ലെവൽ. 12.316 ഹൊറിസോണ്ടൽ 30,000. ഇത് ഇടയിൽ മഴ വന്നതുകൊണ്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് വീണ്ടും എടുത്തതാണ്. ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ ഇതിൽ നിന്നും അടുത്ത TP നമ്മൾ സിഗ്നലിൽ എത്ര എടുക്കണം എന്നതാണ്. അതായത് അടുത്ത TP 11.630 ഹൊറിസോണ്ടൽ 3.200. ഇനി നമ്മളിതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നും വെക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് കാണാൻ വേണ്ടി പറ്റും. മാർക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇതിൽ യാതൊരു വിധത്തിലുള്ള കട്ടുകളും ചെയ്യുന്നില്ല. ഡയറക്റ്റ് കുറച്ച് അല്പം ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. ഞാൻ TP ഒന്ന് മാറ്റുകയാണ്. ഇപ്പോൾ ഇതിനകത്ത് നിലവിൽ കിട്ടുന്ന 61%. അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്ക് മാറ്റുകയാണ്. മാറ്റുന്ന സമയത്ത് നമുക്ക് മെല്ലെ മെല്ലെ ഇത് കൂടി വരുന്നതും കാണാൻ പറ്റും. 68% ആയിട്ടുണ്ട്. 68, 70, 71% ആയിട്ടുണ്ട്. ആയിട്ടുണ്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് നേരത്തെയുള്ള TP ഒന്നുകൂടി നോക്കാം. ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. 77% ഉണ്ട് നമുക്ക് നേരത്തെ ഉള്ള TP. ഇനി വീണ്ടും അല്പം കൂടി നമ്മൾ ഒന്നുകൂടി കൂട്ടാൻ ശ്രമിക്കുകയാണ്. വീണ്ടും HD TPയിലേക്ക് മാറ്റുകയാണ്. 68, 70, 71% ആയിട്ടുണ്ട്. 71% ആയിട്ടുണ്ട് കാണാൻ വേണ്ടി പറ്റും. ഇനി വീണ്ടും നമ്മൾ SD TP ഒന്ന് നോക്കുകയാണ്. 75% ആയിട്ടുണ്ട്. 75, 71% ആയിട്ടുണ്ട്. വീണ്ടും TP ഒന്നുകൂടി ചേഞ്ച് ചെയ്ത് നോക്കുകയാണ്.
ഇനി ഡിഷ് ഞാൻ അല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അതായത് ബാക്ക് സൈഡിൽ നിൽക്കുമ്പോൾ കുറച്ചൊന്ന് ഒരു പൊടിക്കൊന്ന് താക്കുകയാണ്. അപ്പോൾ നമുക്ക് 73% ലഭിച്ചിട്ടുണ്ട്. 73% ലഭിച്ചിട്ടുണ്ട്. 73% നമുക്ക് 74% ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ടി പി കൂടി നോക്കാം. കാണാം നമുക്ക് ഇതും ഏകദേശം 73% ലഭിച്ചിട്ടുണ്ട്. അതേപോലെ ഇതും 73, 74 ഏകദേശം സെയിം സീനിലാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതായത് SD-യുടെയും HD-യുടെയും നമുക്ക് ഒരുപോലെ സീനിൽ കിട്ടിയിട്ടുണ്ട്. ഇതാ കാണുക നിങ്ങൾ. %. 12,316 ഹൊറിസോണ്ടൽ 30,000 ഇതിൻ്റെ സെയിലിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത് 11,630 ഹൊറിസോണ്ടൽ 32,000 അതിനും 73, 74 സെയിലിൽ പെർസെൻറ്റേജ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ സെക്കൻഡിൽ ലഭിക്കുന്നതാണ്. SD-യും HD-യും വളരെ നല്ല പിക്ചർ ക്വാളിറ്റിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ വീഡിയോയിൽ ഞാൻ ഒരു തരത്തിലുള്ള എഡിറ്റിങ്ങുകളും ചെയ്യാതെ തന്നെ, അതായത് കണ്ടിന്യൂസ് റെക്കോർഡിങ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഞാൻ കാണിച്ചത്. ഞാനിപ്പോൾ ഇതിൽ നമ്മുടെ മീറ്ററിൻ്റെ റീഡിങ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഞാൻ റിസീവറിലേക്ക് കണക്ട് ചെയ്ത് കാണിച്ചിട്ടില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഇത് വീഡിയോ ലെങ്ത്ത് ഒരുപാട് കൂടും എന്നതുകൊണ്ട് തന്നെയാണ്. നിങ്ങൾക്ക് റിസീവറിലാണെങ്കിലും ഏകദേശം ഇത് രണ്ട് രീതിയിലും രണ്ടും ഒരുപോലെ ലഭിക്കുന്ന നല്ല സെയിൻ ലഭിക്കുന്നത് പോലെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധം മഴ വന്നാലും പെട്ടെന്ന് കട്ടാവാത്ത രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾ പല ആൾക്കാരും HD കാണാതെ SD മാത്രം റീചാർജ് ചെയ്യുന്ന പല ആൾക്കാരുമുണ്ട്. അവരോട് പറയാനുള്ളത്, നിങ്ങൾ HD എന്ന സാറ്റലൈറ്റ് ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഡയറക്റ്റ് SD-യിലേക്ക് മാത്രം തിരിച്ചിട്ട് നേരത്തെ ഞാൻ കാണിച്ചതുപോലെ 77% നമ്മുടെ മീറ്ററിൽ 77% സെയിനിൽ, ചിലപ്പോൾ 78, 80 നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് ഒരു 1-2% കൂട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയെങ്കിലും മാക്സിമം സെയിനിൽ കൂട്ടിയെടുത്തിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ മഴ വരുന്ന സമയത്ത് കണ്ടിന്യൂസ് സെയിനിൽ കട്ടാവുന്ന പ്രശ്നം നമുക്ക് പരിഹരിക്കപ്പെടുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഡിഷ് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കണം, സ്റ്റാൻഡ് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഇതൊരു പ്രൊഫഷണലി സെറ്റ് ചെയ്യുന്ന രീതിയാണ് ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളത്.